2019 ഏപ്രിൽ 21 ശ്രീലങ്കയെ മാത്രമല്ല ലോകത്തെയും നടുക്കിയ ആ ഈസ്റ്റർ ദിനം ആർക്കും മറക്കാനാവില്ല. 279 ജീവനുകളാണ് അന്ന് സ്ഫോടനങ്ങളിൽ പൊലിഞ്ഞത്. 500ഓളം പേർക്ക് പരിക്കേറ്റു. 3 ക്രിസ്ത്യൻ പള്ളികളും 3 വൻ ഹോട്ടലുകളും ചാവേർ സ്ഫോടനങ്ങളിൽ തകർക്കപ്പെട്ടു. ഒരു തീവ്രവാദി ആക്രമണം എന്ന നിലയിൽ ലോകമാകെ അത് ശ്രദ്ധിക്കപ്പെട്ടു. നിഷ്ഠൂരമായ ഈ സംഭവത്തെ ലോകരാഷ്ട്രങ്ങൾ ഒന്നാകെ അപലപിച്ചു. 9 വർഷങ്ങൾക്ക് ശേഷം ആ കൂട്ടക്കൊലയ്ക്ക് പിന്നിലെ ഗൂഢാലോചനയെക്കുറിച്ച് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പുറത്തുവരുന്നത്. ശ്രീലങ്കയുടെ മുൻ രഹസ്യാന്വേഷണ വിഭാഗം തലവൻ മേജർ ജനറൽ സുരേഷ് സല്ലെ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു. ആരാണ് സുരേഷ് സല്ലെ? എന്തിനാണ് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടത്? ഈ അറസ്റ്റ് ശ്രീലങ്കൻ രാഷ്ട്രീയത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്? നമുക്ക് പരിശോധിക്കാം. ശ്രീലങ്കൻ മിലിറ്ററി ഇൻ്റലിജൻസ് മുൻ മേധാവിയായിരുന്നു സുരേഷ് സല്ലെ. അന്ന് ശ്രീലങ്കൻ പ്രസിഡന്റായിരുന്ന രാജപക്സെ കുടുംബവുമായി അടുത്ത ബന്ധമുള്ള ഉദ്യോഗസ്ഥൻ. ബ്രിട്ടീഷ് ചാനലായ ചാനൽ 4 പുറത്തുവിട്ട ഒരു ഡോക്യുമെൻ്ററിയാണ് സല്ലയെ പ്രതിക്കൂട്ടിലാക്കിയത്. ഈസ്റ്റർ സ്ഫോടനം നടത്തിയ തീവ്രവാദികളുമായി സല്ലെ കൂടിക്കാഴ്ച നടത്തിയെന്നും രാജ്യത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഗോതബയ രാജപക്സെയെ അധികാരത്തിൽ കൊണ്ടുവരാൻ സ്ഫോടനത്തിന് ഒത്താശ ചെയ്തുവെന്നുമാണ് പ്രധാന ആരോപണം. ഇത് വെളിപ്പെടുത്തുന്ന മൊഴികളും ചാനൽ പുറത്തുവിട്ടിരുന്നു. 2022 ഗോതബയ പുറത്തായതിന് പിന്നാലെ വന്ന പുതിയ ഭരണകൂടം ഈ ഗൂഢാലോചനയിൽ വിശദമായ അന്വേഷണം പ്രഖ്യാപിക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ അറസ്റ്റ് നടന്നത്? അനുരാഗ് കുമാര ദിസനായകെ ശ്രീലങ്കൻ പ്രസിഡന്റായി അധികാരമേറ്റതോടെ ഈസ്റ്റർ സ്ഫോടന കേസിലെ അന്വേഷണം ഊർജിതമാക്കുകയായിരുന്നു. CID നടത്തിയ പുതിയ അന്വേഷണത്തിൽ സല്ലേക്ക് സ്ഫോടനത്തെക്കുറിച്ച് നേരത്തെ അറിവുണ്ടായിരുന്നുവെന്നും അത് തടയാൻ ശ്രമിച്ചില്ലെന്നും കണ്ടെത്തുകയായിരുന്നു. കൂടാതെ സ്ഫോടനത്തിന് പിന്നിലെ മാസ്റ്റർ ബ്രെയിൻ എന്ന് സംശയിക്കുന്ന സഹ്റാൻ ഹാഷിമുമായി സല്ലേക്ക് ബന്ധമുണ്ടായിരുന്നുവെന്നും തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. തൻ്റെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് തെളിവുകൾ നശിപ്പിച്ചു എന്ന കുറ്റവും സല്ലേക്ക് മുകളിലുണ്ട്. സുരേഷ് സല്ലയുടെ അറസ്റ്റ് വെറുമൊരു ഉദ്യോഗസ്ഥൻ്റെ അറസ്റ്റ് മാത്രമല്ല, ഇത് രാജപക്സെ കുടുംബത്തിലേക്കുള്ള അന്വേഷണത്തിൻ്റെ ആദ്യ പടിയായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. അധികാരത്തിനു വേണ്ടി സ്വന്തം ജനതയെ കൊലയ്ക്ക് കൊടുത്തു എന്ന ആരോപണം തെളിയിക്കപ്പെട്ടാൽ അത് ശ്രീലങ്കൻ രാഷ്ട്രീയത്തിലെ വലിയൊരു അധ്യായത്തിൻ്റെ അന്ത്യമാകും. ഇരകളുടെ കുടുംബങ്ങളും കത്തോലിക്ക സഭയും വർഷങ്ങളായി ഉന്നയിക്കുന്ന നീതി എന്ന ആവശ്യത്തിന് ഈ അറസ്റ്റ് പുതിയ പ്രതീക്ഷ നൽകുന്നതാണ്. സത്യം പുറത്തു വരുമെന്ന് ശ്രീലങ്കൻ സർക്കാർ ഉറപ്പ് നൽകുന്നുണ്ടെങ്കിലും സുരേഷ് സല്ലെ ഈ ആരോപണങ്ങളെല്ലാം നിഷേധിക്കുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട കേസിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രമുഖർ കുടുങ്ങാൻ സാധ്യതയുണ്ടെന്നും വാർത്തകൾ വരുന്നുണ്ട്. 2019 പൊലിഞ്ഞ ജീവനുകൾക്ക് നീതി ലഭിക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. ഭീകര സംഘടനകളെയും ഭീകരാക്രമണങ്ങളെയും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഭരണകൂടങ്ങളും ഭരണ പാർട്ടികളും ഉപയോഗിച്ചതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട്. അതിലൊന്നാണ് ശ്രീലങ്കയിൽ നിന്ന് ഇപ്പോൾ പുറത്തുവരുന്ന ഈ വാർത്ത.